نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന ദുബായ് മതകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഈ ദുബായ് നഗരത്തിലുള്ള സറഊനി മസ്ജിദിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠന പരമ്പരകൾ നടത്തുവാൻ മലയാളികളായ നമുക്ക് അൽ റാഷിദ് തഹ്ഫീദുൽ ഖുർആൻ സെന്ററിന്റെ പേരിൽ അനുവാദം ലഭിച്ച വിവരം വളരെ സന്തോഷത്തോടുകൂടി അല്ലാഹുവിനെ ധാരാളമായി സ്തുതിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മുമ്പും ഈ മസ്ജിദ് ഇതിന്റെ പഴയകാല രൂപത്തിലായിരുന്ന ഘട്ടത്തിൽ ഇവിടെ നമുക്ക് ദർസ് നടത്തുവാനുള്ള അനുമതി അന്ന് ഉണ്ടായിരുന്നു. അന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അന്ന് ആ സദസ്സിൽ പങ്കെടുത്തവരുമായ ധാരാളം ആളുകൾ ഇന്ന് അവരുടെ ഖബറുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറുകൾ ശാന്തിയും സമാധാനവുമുള്ളതാക്കി കൊടുക്കുകയും നമ്മെയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഖുർആൻ വിളിക്കുന്നു എന്ന ഒരു പഠന പരമ്പര തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കുവാനും അവതരിപ്പിക്കുവാനും ഉള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നതും അത് കേൾക്കുന്നതും ആ സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നതുമൊക്കെ
അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യത്തിനും അനുഗ്രഹത്തിനുമൊക്കെ കാരണമായി തീരുന്ന വലിയ ഒരു സൽക്കർമ്മമാണ് എന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് പലരും നമ്മെ വിളിക്കാറുണ്ട്. ലോകത്ത് പലരും നമ്മെ പലതിലേക്കും ക്ഷണിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു വിളിക്കുന്നു, അല്ലാഹു ക്ഷണിക്കുന്നു, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നു, ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കലർപ്പില്ലാത്ത ശുദ്ധമായ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥമായ സത്യവിശ്വാസങ്ങളിലേക്ക്, സദാചാരങ്ങളിലേക്ക്, സൽസ്വഭാവങ്ങളിലേക്ക്, യഥാർത്ഥമായ സംസ്കാരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഏതൊരു വിഷയമുണ്ടോ അതിലെല്ലാമുള്ള ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്, വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത്. അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ ഇസ്രായിലൂടെ പഠിപ്പിച്ചു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ അത് വഴി കാണിച്ചു തരികയാണ്, അത് നയിക്കുകയാണ് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്. ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ഖുർആൻ വഴി കാണിക്കുകയാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കൊണ്ടിരിക്കുന്നവരെ ഈ ഗ്രന്ഥം എന്തു ചെയ്യുന്നു? സന്തോഷവാർത്ത അറിയിക്കുന്നു, അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന്. അതേ അവസരത്തിൽ ഈ ഖുർആനിന്റെ വിളിയെ, ഈ ഖുർആനിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ആര് വഴിമാറിപ്പോകുന്നുവോ തീർച്ചയായും അവർക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ക്ഷണിക്കുന്നത് ഏറ്റവും നല്ല വിശ്വാസങ്ങളിലേക്ക്, ഏറ്റവും നല്ല ആചാരങ്ങളിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്കാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണ് സത്യവിശ്വാസം, ഏതൊക്കെയാണ് സദാചാരം, ഏതൊക്കെയാണ് സൽക്കർമ്മങ്ങൾ, ഏതൊക്കെയാണ് ദുരാചാരങ്ങൾ, ഏതൊക്കെയാണ് യഥാർത്ഥമായ സംസ്കാരം എന്ന് ഈ ലോകത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി നിയുക്തരായ മഹാനായ ഹബീബാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ആദ്യത്തെ സൂക്തവുമായി കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വന്ന് കയറിയിട്ട് പറഞ്ഞതെന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ചത് കേൾക്കുകയാണ്. എന്താണ് ഈ വിശുദ്ധ ഖുർആൻ? ആദ്യം തന്നെ അത് അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആഹ്വാനം ചെയ്തതെന്താണ്? വായിക്കൂ, വായിക്കണം, നിങ്ങളുടെ റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ. അവൻ മനുഷ്യനെ പഠിപ്പിച്ചവനാണ്, മനുഷ്യനെ പടച്ചവനാണ്, അത്യുദാരനായ റബ്ബാണ്.
പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചവനാണ്, മനുഷ്യനറിയാത്തത് പഠിപ്പിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിന്റെ ആദ്യമായി അവതീർണമായ സൂക്തം ഓതി കേൾപ്പിച്ചുകൊണ്ട് പറയുന്നു. വായിക്കൂ, പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ തുടങ്ങിയത്. ഈ നിർദ്ദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ളതല്ല, അവിടുത്തെ ഉമ്മത്തിന് മുഴുവനുമുള്ളതാണ്, അവിടുത്തെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. കാരണം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അവരുടെ ഇമാം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സ്വർഗത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുവാനുള്ള നായകനായ, അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് മുഖേന ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ നിർദ്ദേശം ബാധകമാണ്. നിങ്ങൾ വായിക്കണം, നിങ്ങൾ ധാരാളമായി വായിക്കണം. റബ്ബിന്റെ നാമത്തിൽ വായിക്കാവുന്നതേ വായിക്കാവൂ എന്നർത്ഥം. ആ നിലക്ക് വായിക്കണം, പഠിക്കണം. ആ കൽപ്പനയങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തതിന്റെ ശേഷം അവിടെ നിർത്തിയിട്ടില്ല. പിന്നീട് 23 വർഷങ്ങളോളമുള്ള നിരന്തരമായ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ, സമയങ്ങളിലൂടെ വായിക്കേണ്ടത് എന്താണെന്ന് നിർദ്ദേശിക്കുന്ന നിലക്കുള്ള നിയമങ്ങൾ, ഏതൊക്കെ വിശ്വാസങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം, ഏതൊക്കെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന നിലക്ക് വിശുദ്ധ ഖുർആനതാ ഓരോ സന്ദർഭങ്ങളിലൂടെയായിക്കൊണ്ട് ആയത്തുകൾ ഓരോന്നും അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. ഇഖ്റ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഓരോ സന്ദർഭങ്ങളിലായി ധാരാളക്കണക്കിന് ആയത്തുകൾ ഇങ്ങനെ അള്ളാഹു വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അത് കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ഇന്ന് ഏറ്റുവാങ്ങുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികാവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളത് നന്നായി ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമുക്കിന്ന് വിശുദ്ധ ഖുർആൻ ഓതുമ്പോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ആ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ മനസ്സുകൾക്ക് അത്തരം ഒരു വികാരം വരുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ആ ഖുർആൻ കേൾക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ 2 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് സൂറത്ത് ത്വാഹയിലെ 113, 114 ആയത്തുകൾ നോക്കൂ. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ വസറഫ്നാ ഫീഹി മിനൽ വഈദ് ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി അല്ലാഹു പറയാണ്, ഈ ഖുർആനിനെ, അറബി ഭാഷയിലുള്ള ഈ ഖുർആനിനെ നാം അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തു. ആ ഗ്രന്ഥത്തിൽ ആവശ്യമായ താക്കീതുകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ലാഹു പറയാണ്. ആവശ്യമായ താക്കീതുകളൊക്കെ ഗൗരവത്തോടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ, അവർ തഖ്വയോടെ ജീവിക്കാൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഖുർആൻ ഇങ്ങനെ ജിബ്രീൽ വന്ന് ഓതിക്കൊടുക്കുമ്പോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എനിക്ക് പഠിക്കാൻ കഴിയാതെയാവോ? അത് മറന്നുപോകുമോ? ഈ സമൂഹത്തിനത് കിട്ടാതെ പോകുമോ എന്നൊക്കെ ബേജാറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരക്ക് കൂട്ടും. ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോ അത് മറന്നുപോകാതിരിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരക്ക് കൂട്ടുമ്പോ വിശുദ്ധ ഖുർആൻ സമാധാനിപ്പിക്കുന്നു റസൂലുള്ളാഹിനെ. വലാ തഅജൽ ബിൽ ഖുർആൻ, പാരായണം കൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടേണ്ട പ്രവാചകരെ. ഖബ്ല അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു, അതിന്റെ വഹി നിങ്ങൾക്ക് അങ്ങോട്ട് നിർവഹിക്കപ്പെട്ട് തീരുവോളം ശാന്തമായി കേട്ടോളൂ. എന്നിട്ട് വഖുൽ, പ്രാർത്ഥിച്ചോളൂ പ്രവാചകരെ, റബ്ബി സിദ്നി ഇൽമാ,
എന്റെ രക്ഷിതാവേ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരേണമേ. ഹബീബിന് ഈ ഖുർആൻ അങ്ങ് കിട്ടുമ്പോഴുണ്ടാകുന്നൊരു മാനസികമായ അവിടുത്തെ ഒരു സന്തോഷം പറയുന്നത്. ഇത് ഈ ഉമ്മത്തിന് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ആ താല്പര്യം, അത് എത്തിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് ഞാനങ്ങ് മറന്നുപോയേക്കുമോ എന്ന ബേജാറ്, ആ പേടി, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജിബ്രീലിന്റെ മുമ്പിൽ വെച്ചതിങ്ങനെ ഓടിച്ചു പോകാൻ വേണ്ടി പ്രവാചകൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ വിശുദ്ധ ഖുർആൻ അതാ സൂറത്തുൽ ഖിയാമ വളരെ കൃത്യമായിട്ട് അതിൽ പറയണം, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു സുമ്മ ഇന്ന അലൈനാ ബയാനഹു ലാ തുഹർരിക് ബിഹി ലിസാനക. പ്രവാചകരെ, നാവിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. ലിതഅജല ബിഹി, തിരക്ക് കൂട്ടേണ്ടതില്ല പ്രവാചകരെ. നിങ്ങൾ മറന്നുപോകൂല, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ പ്രയാസങ്ങൾ തോന്നേണ്ടതില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളാണ് ശേഖരിക്കുന്നത്, നാമാണത് പാരായണം ചെയ്ത് തരുന്നത്. നാം പാരായണം ചെയ്തു തരുമ്പോൾ നിങ്ങൾ ആ പാരായണത്തെ പിൻപറ്റിക്കോളൂ, പിന്നീട് നാമാണതിനെ വിശദീകരിച്ചു തരുന്നത് എന്നൊക്കെ അല്ലാഹു തആല റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചു. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ അഅല, അതിൽ അല്ലാഹു എന്താ പറയുന്നത്? സനുഖരിഉക ഫലാ തൻസാ. ഓ നബിയെ, താങ്കൾക്ക് നാം വഴിയെ ഓതി കേൾപ്പിച്ചു തരും. ഫലാ തൻസാ, നിങ്ങൾ മറക്കൂല നബി, നിങ്ങൾ മറക്കൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ സമൂഹത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമാണ് സഹോദരങ്ങളെ ഈ വചനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കിന്ന് ഖുർആൻ ഇങ്ങനെ കേൾക്കാൻ ഒരു താല്പര്യമുണ്ടോ? അത് കേട്ടാൽ റബ്ബേ ഞാൻ മറന്നുപോകുമോ എന്നൊരു ബേജാറുണ്ടോ? അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ധാരാളം തവണ അതുമായി സമീപിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്കുണ്ടോ? അതുമായി എപ്പോഴും ഇങ്ങനെ നാവ് ചലിപ്പിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ നിഅമത്ത് എന്റെ ഖൽബിൽ നിന്ന് പോയി പോകല്ല റഹ്മാനെ എന്ന പ്രാർത്ഥനാ മനോഭാവം നമുക്കുണ്ടോ? നാം ആലോചിക്കണം നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ ക്ഷണം തന്നെ മനുഷ്യരെ, ജനങ്ങളെ പഠിക്കണം, വായിക്കണം. അത് വായിക്കേണ്ടത് ഏതൊക്കെ എന്നാവശ്യമായ നിലക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഗ്രന്ഥം വായിക്കൂ എന്ന ആഹ്വാനത്തിന്റെ ശേഷമത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ മുമ്പായിക്കൊണ്ട് 22 ചില്ലാനും വർഷങ്ങളോളം നീണ്ടുനിന്ന വിശുദ്ധ ഖുർആനിന്റെ സാന്ദർഭികമായ സന്ദർഭാനുസരണമുള്ള അവതരണങ്ങളിലൂടെ അതങ്ങ് പൂർത്തിയാക്കി തന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വിശുദ്ധമായ ഗ്രന്ഥത്തെ അങ്ങ് പൂർത്തിയാക്കി തന്നു. എന്നിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് ഈ സമുദായത്തിന് കൈമാറിക്കൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അത്രത്തോളം മഹത്വമേറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ മഹത്വത്തോടെ ഏറ്റെടുത്ത വലിയ പ്രാധാന്യത്തോടുകൂടി വായിക്കുകയും പഠിക്കുകയും ഈ സമുദായത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുള്ള ഈ വിശുദ്ധമായ ഗ്രന്ഥം ഇത് വായിക്കുന്നവർ, ഇത് പഠിക്കുന്നവർ, ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നവർ, അത് മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് ധാരാളം സമയം ആ വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം ചെലവഴിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, പഠിക്കുകയും വായിക്കുകയും അറിയുകയും ചിന്തിക്കുകയും മാത്രമല്ല, ഇതെന്റെ ജീവിതത്തെ നന്നാക്കാനുള്ള ഗ്രന്ഥമാണെന്ന നിലക്ക് തന്റെ ജീവിതത്തെ ഇതിനനുസരിച്ച് പാകപ്പെടുത്തുകയും ചെയ്യുന്നവരാരൊക്കെയുണ്ടോ അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഭാഗ്യവാന്മാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? വലിയ അധികാരമുള്ളവനാണെന്നാണോ റസൂലുള്ള പറഞ്ഞത്? വലിയ പണക്കാരനാണോ? കാണാൻ നല്ല ചന്തമുള്ളവനാണോ? വലിയ സുന്ദരനാണോ? സുന്ദരിയാണോ? വലിയ രൂപത്തിലുള്ള സ്വാധീനമുള്ളവനാണോ? ആരാണ് മനുഷ്യരെ നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആനിനെ പഠിക്കുന്നവനും വഅല്ലമഹു, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാകുന്നു. നമുക്ക് ആ ഖൈറായവരിൽ പെടണ്ടേ സഹോദരന്മാരെ? അല്ലാഹുമ്മ ജഅൽനാ മിൻഹും.
അള്ളാഹു നമ്മളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തീർന്നില്ല. അവിടുന്ന് പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ആർക്കെങ്കിലും അള്ളാഹ് ഖൈറ് കോരിച്ചൊരിഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ അള്ളാഹ് ചെയ്തു കൊടുക്കുക? ഉടനെ നമ്മുടെ മനസ്സിൽ പൂരിപ്പിക്കും. നമ്മൾ എനിക്ക് ഒരുപാട് പണം കൊടുക്കും, അവനൊരുപാട് സൗകര്യങ്ങൾ കൊടുക്കും, അവന് നല്ല അധികാരം കൊടുക്കും, അവന് കാണാൻ ഭംഗിയുള്ള വലിയ സൗധങ്ങൾ കൊടുക്കും. അതൊന്നുമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, മതപരമായ വിഷയത്തിൽ അവന് നന്നായി അള്ളാഹു അറിവ് കൊടുക്കും. മതപരമായ വിഷയത്തിൽ അള്ളാഹു അവന് നല്ല അറിവ് കൊടുക്കും, അള്ളാഹു ആരെ കൊണ്ടെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ എന്നാണ് അവിടുന്ന് പറയുന്നത്. കാരണം ഇത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ് ഈ വീതിച്ചെടുക്കുന്നത്. അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്താണ് ഈ ദീന് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഏറ്റെടുക്കുന്നവരും വിതരണം ചെയ്യുന്നതും. കാരണം അമ്പിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമുമല്ല അനന്തരമാക്കി ബാക്കി വെച്ചു പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ. അമ്പിയാക്കന്മാരിവിടെ ദീനാറും ദിർഹമുമല്ല ബാക്കിയാക്കി പോയിട്ടുള്ളത്. വഇന്നമാ വറസുൽ ഇൽമ, അവരിവിടെ അല്ലാഹുവിന്റെ ഇൽമാണ്, അല്ലാഹുവിന്റെ ശർഈയായ ഇൽമാണ് ഇവിടെ ബാക്കി വെച്ചു പോയിട്ടുള്ളത്. ഫമൻ അഖദഹു, ആര് ആ ഇൽമിനെ സ്വീകരിക്കുന്നുവോ, അഖദ ബിഹദ്ദിൻ വാഫിരിൻ, അവൻ പരിപൂർണമായ വല്ലാത്തൊരു സൗഭാഗ്യമാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മെയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അള്ളാന്റെ ദീന് പഠിച്ച് അതനുസരിച്ച് ജീവിച്ചതേ ബാക്കി നിൽക്കുകയുള്ളൂ. മറ്റതൊക്കെ ദുനിയാവിലുള്ള താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പഠനങ്ങളാണ്. അതൊക്കെ വേണം. പക്ഷേ നമ്മുടേതായ പഠനത്തിൽ നിന്ന്, നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമൽ ഈ മതപരമായ കാര്യത്തിലുള്ള അറിവായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ 5 കാശിന് ഗതിയില്ലാത്ത പരമദരിദ്രനായ സഹാബിയായിരുന്നു. മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ചരിത്രം. 5 കാശിന് വകയില്ലാത്ത പരമദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബിയാണ്. വിശപ്പ് കാരണത്താൽ മദീന പള്ളിയിലെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രത്തോളം അദ്ദേഹം അനുഭവം പങ്കുവെക്കുന്നുണ്ട്. പലപ്പോഴും ജമാഅത്തിന് റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഞാൻ എന്റെ സ്വഫിൽ കുഴഞ്ഞു വീഴാറുണ്ട്. ഞാൻ നിസ്കരിക്കുമ്പോ സ്വഫിൽ കുഴഞ്ഞു വീഴാറുണ്ട്. ബോധം കെട്ട് ഞാൻ വീഴാറുണ്ട്. എന്താ കാരണം? ആളുകളൊക്കെ പറയും അബൂ ഹുറൈറക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോ അല്ല, വിശപ്പ് താങ്ങാനാവാതെയാണ് ഞാൻ പലപ്പോഴും വീണിരുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അങ്ങനെ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്ത് എത്രയോ സമ്പന്നന്മാരെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇന്നുമിതാ മുസ്ലിം ലോകം ഓർക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കാത്ത മുസ്ലിമീങ്ങളില്ല. ആയിരക്കണക്കിന് ഹദീസുകളാണ് മഹാനവറുകളുടെ നാവിലൂടെ ഈ ലോകത്തിന് സംഭാവന ചെയ്യപ്പെട്ടത്. അത്രത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഇമാമ്, അതല്ലെങ്കിൽ ഒരു സഹാബി കഴിഞ്ഞുപോയിട്ടില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? പരമദരിദ്രനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്നും മുസ്ലിം ലോകത്ത് ഓർക്കപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ഇൽമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഇൽമ് നേടിയെടുത്ത് അത് സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യാഖ്യാനം നൽകിയപ്പോ അത് ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ധാരാളക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമികമായ വിജ്ഞാന രംഗത്തേക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച മഹനീയ വ്യക്തിത്വമായതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്നും അറിയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇന്നും അതിന്റെ പുണ്യം എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സഹോദരാ, നമ്മൾ ചിന്തിക്കണം. സഹോദരിമാരെ, നമ്മൾ മരിച്ചുപോയാലും 3 കാര്യങ്ങൾ ഇങ്ങനെ ഇടതടവില്ലാതെ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രവർത്തനം, പ്രതിഫലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ചിട്ടുള്ള ജാരിയായ സദഖയാണ്. മറ്റൊന്ന്, ഉപകാരപ്രദമായ അറിവാണ്. നാം പഠിച്ച അറിവ് മറ്റൊരാളിലേക്ക് ഏതെങ്കിലും മുഖേന കൈമാറിയാൽ, ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇൽമ് അതറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് കൈമാറിക്കൊടുത്താൽ അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നിടത്തോളം കാലമെല്ലാം
നമ്മുടെ ഖബറിലേക്ക് അതിന്റേതായ പ്രതിഫലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ, ഇതൊക്കെ സുഹൃത്തുക്കളെ ഈ മതപരമായ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. അതെന്താ? എന്തിനാ സഹോദര അള്ളാഹു നമുക്ക് 2 കണ്ണുകൾ തന്നത്? എന്തിനാണ് സഹോദരി അള്ളാഹു നമുക്ക് 2 കാതുകൾ തന്നത്? എന്തിനാണ് പ്രിയമുള്ളവരെ റബ്ബ് നമുക്ക് വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഖൽബ് തന്നത്, അഖ്ല് തന്നത്? എന്തിനാ? അതൊക്കെ ഉപയോഗപ്പെടുത്താനാണ്. മൃഗങ്ങളെപ്പോലെ ഇങ്ങനെ ചിന്തയില്ലാതെ ലോകത്തുള്ളത് കാണാനാണോ? പലതും കേൾക്കാനാണോ? കേവലം ചില ഒച്ചകൾ കേട്ടുകൊണ്ട് മൃഗങ്ങൾ കാണും പോലെ കേൾക്കും പോലെ അങ്ങ് ജീവിച്ചു തീരാനാണോ? എന്തിനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് നമുക്ക് ഈ അവയവങ്ങൾ തന്നത്? ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാനെ അറിയാൻ, കേട്ടുകൊണ്ട് അള്ളാനെ അറിയാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ, അത് ചിന്തിക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണെന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കൂ. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്തുൽ അഅറാഫിലെ 179-ാമത്തെ ആയത്ത് പ്രിയമുള്ളവരെ എല്ലാവരും മനഃപ്പാടാക്കി വെക്കണം. എന്റെയും നിങ്ങളുടെയും കാര്യമാണ് അള്ളാഹ് ഈ പറയുന്നത്. നാം നരകത്തീക്ക് വേണ്ടി, ജഹന്നമിന് വേണ്ടി ധാരാളം മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചു വച്ചിരിക്കുന്നു. ധാരാളം മനുഷ്യരും ധാരാളം ജിന്നുകളുമൊക്കെ അവർ യഥാർത്ഥമായ ദൗത്യം ഈ ലോകത്ത് നിർവഹിക്കാതെ ഗഫലത്തിൽ, അശ്രദ്ധയിൽ ഈ ലോകത്ത് കഴിച്ചുകൂട്ടുകയാണ്. എന്തേ അവരങ്ങനെ ജഹന്നമിന്റെ വിറകുകളാവാൻ കാരണം? ശ്രദ്ധിച്ചോളൂ. ആ കാരണം എന്നിലും നിങ്ങളിലും ഉണ്ടായാൽ നമ്മളും ജഹന്നമിലേക്കാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ റബ്ബ് പറയുന്നത് കേട്ടോളൂ. ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്. ഇവർക്ക് ഹൃദയങ്ങൾ ഉണ്ടാഞ്ഞിട്ടല്ല, ബുദ്ധിയുണ്ട്, മനുഷ്യനാണ്, തന്റേടുണ്ട്, വിശേഷ ബുദ്ധി കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. മന്ദബുദ്ധിയല്ല, ഭ്രാന്തനല്ല, ഒക്കെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് നൽകിയ റബ്ബിനെ അറിയാനും, ആ റബ്ബിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കാനും, ആ റബ്ബിന്റെ മഹത്വങ്ങളെ അറിയാനും, ആ റബ്ബിന്റെ മഹത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുമൊന്നും അവർക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തൂല. അവരുടെ കൽബിലൊക്കെ വേറെ ചിന്തകളാണ്. ദുന്യാവ് നിറഞ്ഞു കിടക്കുകയാണ്. ആഖിറത്തെക്കുറിച്ച് അവർ ചിന്തിക്കൂല, ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കൂല, ഇസ്ലാമിന്റെ നിയമങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കൂല. അവർക്ക് വെറും ദുന്യാവ് അവരുടെ കൽബിൽ മുഴുവൻ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഖുർആനിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നൽകപ്പെട്ട ഈ കൽബ് കൊണ്ട് അവർ ചിന്തിക്കൂല. വേണ്ടതൊന്നും അവർ ചിന്തിക്കൂല എന്നാണ് അള്ളാഹ് പറയുന്നത്. തീർന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് അവർ കാണൂല എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ അർത്ഥം? കണ്ണുകൾ കൊണ്ട് കാണൂല എന്ന് പറഞ്ഞാൽ അവരൊക്കെ കണ്ണുപൊട്ടന്മാരാണ് എന്നല്ല. അവർ കാണുന്നുണ്ട് പലതും, പക്ഷേ കാണേണ്ടത് കാണൂല. അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നില്ല. അവരുടെ റൂമിൽ പലതും കാണുന്നുണ്ട്, നാട്ടിൽ പലതും അവർ കാണുന്നുണ്ട്, റോട്ടിലിറങ്ങിയാൽ പലതും അവർ കാണുന്നുണ്ട്, പലതിലേക്കും അവർ നോക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹ് വിലക്കിയതിലേക്കാണ് നോട്ടം മുഴുവനും. അല്ലാഹു തആല ഈ കണ്ണ് നിനക്ക് എന്തിനു നൽകി? അവനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും കാണാനും അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് അവന്റെ കണ്ണിനെ അവൻ ഒരിക്കലും മയക്കൂല. വേണ്ടതൊന്നും ആ കണ്ണുകൊണ്ട് കാണൂല എന്നർത്ഥം. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. മൂന്നാമത്തെ ഗുണം പറഞ്ഞതാ, അവർക്ക് കാതുകളുണ്ട്. ചെവിയപ്പന്റെ ചെകിടുവട്ടന്മാരൊന്നുമല്ല, അവർ ചെകിടുവട്ടന്മാരൊന്നുമല്ല. പക്ഷേ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടതൊന്നും അവർ കേൾക്കൂല. അള്ളാഹ് ഈ കാത് നൽകിയതെന്തിനാ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാനാ. പക്ഷെ അതിന് മാത്രം നമുക്ക് നേരല്ല.
നന്മ കേൾക്കാൻ വരൂ എന്ന് വിളിച്ചാൽ നമുക്ക് ജോലി തിരക്കാണ്, ബിസിയാണ്, തിരക്കാണ്, അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഓവർ ടൈം ഉണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, അലക്കാനുണ്ട്, കുളിക്കാനുണ്ട്, ഭക്ഷണം പാകം ചെയ്യാനുണ്ട്. എന്തേ നല്ലത് കേൾക്കാനുള്ള വേദികളിലേക്ക് വിളിച്ചാൽ വലിയ തിരക്ക് ഇബ്ലീസ് തോന്നിപ്പിക്കും. അതേ അവസരത്തിൽ ഈ കാത് നൽകിയ റബ്ബിന് വെറുപ്പുള്ള ആസ്വാദനങ്ങൾ കാണാനും കേൾക്കാനുമൊക്കെ നമ്മൾ കൂടിയിരിക്കുകയാണെങ്കിലോ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് സമയം ചെലവഴിക്കാൻ തയ്യാറില്ലാത്തവൻ അള്ളാഹുവിനെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി മണിക്കൂറുകളോളം അവന്റെ കണ്ണു കൊടുക്കും, കാത് കൊടുക്കും, കൽബ് കൊടുക്കും. ഇവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതാണ് ഉലൈക കല്ലൻ ഖാൻ, ഇവര് നാൽക്കാലികളെ പോലെയാണ്. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ഇരുകാലാണെങ്കിലും നാൽക്കാലികളെ പോലെയാണ്. തുടർന്നുകൊണ്ട് പറഞ്ഞ വാചകം നോക്കൂ, ബൽഹും അവല്ല്, ബൽഹും അവല്ല്, അതിനേക്കാൾ പഴച്ചവരാണ്. ഇതൊരു വല്ലാത്ത വർത്താനല്ലേ? അതിനേക്കാൾ പഴച്ചവരാകാൻ എന്താ കാരണം? കാലികളെ കുറ്റം പറഞ്ഞിട്ട് പോത്തിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പോത്തിനും കഴുതക്കും നാൽക്കാലികൾക്കുമൊന്നും അള്ളാഹു വിശേഷ ബുദ്ധി എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ടില്ല. കണ്ണുണ്ടെങ്കിലും ആ കണ്ണുകൊണ്ട് സത്യാസത്യങ്ങൾ കണ്ടു പഠിച്ച് മനസ്സിലാക്കണം എന്നൊന്നും അവയോട് പറയപ്പെട്ടിട്ടില്ല. ചെവി കൊടുത്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് നിങ്ങൾ ഇന്നതേ കേൾക്കാവൂ, ഇന്നതൊന്നും കേട്ടുകൂടാ എന്ന നിർദ്ദേശമൊന്നും കാലികളുടെ ലോകത്തോടല്ല പറഞ്ഞിട്ടില്ല. മറിച്ച് മനുഷ്യരോടല്ല പറഞ്ഞിട്ടുമുണ്ട്, കഴിവ് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ കഴിവ് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തവനാണ് മനുഷ്യൻ, കഴിവ് കൊടുക്കാതെ അത് ഉപയോഗപ്പെടുത്താത്തവയാണ് മൃഗങ്ങൾ. അതുകൊണ്ട് മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ബൽഹും അവല്ല്, ആ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധരായവർ. ഈ ഗാഫിലീങ്ങളിൽ നമ്മൾ പെടണോ പ്രിയമുള്ളവരെ? ഈ അശ്രദ്ധാലുക്കളിലാണോ നമ്മൾ പെടേണ്ടത്? അതോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് കാണാനും അത് കേൾക്കാനും നന്മകൾ വായിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ പ്രയോഗവൽക്കരിക്കുവാനുമാണോ നമ്മളൊക്കെ തയ്യാറാവേണ്ടത്? ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമുക്കൊക്കെ ഏറ്റവും വെറുപ്പുള്ളൊരു, അങ്ങനെ ഒരാൾ ആ പേര് വിളിച്ചാൽ വല്ലാത്ത വെറുപ്പുള്ളൊരു മൃഗമാണ് കഴുത, അല്ലേ? ആ കഴുതയോടാണ് അള്ളാഹു വിശുദ്ധമായ ഗ്രന്ഥം നൽകിയിട്ട് അതിനോട് കൂറുപുലർത്താത്തവരെ ഉപമിച്ചതെങ്കിൽ എത്ര രൂപത്തിലുള്ള, എത്ര വല്ലാത്തൊരു അധപ്പതനത്തിലാണ് നമ്മൾ എത്തിപ്പെടുന്നതെന്നതിലൂടെ മനസ്സിലാകും. തൗറാത്ത് നൽകപ്പെട്ട യഹൂദികൾ ആ തൗറാത്ത് വായിക്കാനും അത് ഗ്രഹിക്കാനും അതിനനുസരിച്ചുള്ളത് ചിന്തിക്കാനും പഠിക്കാനുമൊന്നും തയ്യാറാകാതെ വന്നപ്പോ مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا. സൂറത്തുൽ ജുമുഅ അല്ലാഹു തആല പറഞ്ഞു, തൗറാത്ത് നൽകപ്പെട്ടിട്ട് അത് വായിക്കൂ, പഠിക്കൂ, ചിന്തിക്കൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറയപ്പെട്ടിട്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ കേവലം ഞങ്ങളൊക്കെ തൗറാത്തിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞു നടന്ന യഹൂദികളുടെ ഉപമ ഗ്രന്ഥക്കെട്ടുകൾ പുറത്ത് പേറിക്കൊണ്ട് നടക്കുന്ന കഴുതയെപ്പോലെയാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ഉപമ നമുക്കും ചേരും. എപ്പോ അള്ളാന്റെ ഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്, പള്ളികളിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു മനോഹരമായി, നമ്മുടെ വീടുകളുടെ ഷോക്കേസുകളിൽ മനോഹരമായി പല വലിപ്പത്തിലും കളറിലുമുള്ള വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അതൊന്ന് തുറന്ന് വായിക്കാൻ, അതൊന്ന് മനഃപ്പാഠമാക്കാൻ, അല്പമെങ്കിലും അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം നമുക്ക് സമയമില്ലെങ്കിൽ യഹൂദിയെ ഉപമിച്ച അതേ ഉപമാവാചകം ഖുർആനിന്റെ അനുയായികളായ നമുക്കും ബാധകമാകും, തീർച്ചയാണ്. അതിലാരും വിഷമിച്ചിട്ടും ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളയാണ് പറയുന്നത്, കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥക്കെട്ട് പേറുന്ന കഴുതയ്ക്ക് ആ ഗ്രന്ഥത്തിലുള്ളതിന്റെ വിലയുണ്ടോ അറിയുന്നു. ഇതുപോലെ ഷോക്കേസുകളിൽ വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ട് അതൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സമയം കാണാത്തവൻ കഴുതയേക്കാൾ അധപ്പതിച്ചവനല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അതിലും നമ്മൾ പെടാതെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം. ഈ സമുദായം ചപ്പ് ചവറുകളായി മാറിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സമുദായത്തിനൊരു ഇസ്സത്തുണ്ടായിരുന്നു, ഈ സമുദായത്തിനൊരു വലിയ പേരുണ്ടായിരുന്നു. ശത്രുക്കളുടെ മനസ്സുകളിൽ ഈ സമുദായത്തിലെ മെമ്പർമാരെ കുറിച്ച് ഒരു വല്ലാത്ത ഭയമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും സഹാബത്തുമൊക്കെ ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന്
യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴേക്ക് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മുസിർതു ബിർറുഅബി മസീറത ശഹ്രിൻ, ഒരു മാസം ഞാൻ അവിടേക്ക് എത്താൻ പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യം പറയുന്നത്. ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിൽ നിന്ന് ശത്രുക്കളുടെ നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നേയുള്ളൂ. ഒരു മാസമുണ്ട് ഹബീബും പരിവാരങ്ങളും അങ്ങോട്ടെത്താൻ. അപ്പോഴേക്ക് അവിടുത്തെ ശത്രുക്കളുടെ മനസ്സിൽ ബേജാറ് തുടങ്ങി, ശത്രുക്കളുടെ മനസ്സിൽ പേടി തുടങ്ങി. എന്താ കാരണം? മുഹമ്മദാ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസിർതു ബിർറുഅബി മസീറത ശഹ്രിൻ, ഒരു മാസം മുമ്പേ എന്നെക്കുറിച്ചുള്ള പേടി എന്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു വിട്ടുകൊടുത്തിരുന്നു. ആ സമുദായത്തെക്കുറിച്ച്, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ച് ഉമർ എന്ന് കേട്ടാൽ വിറക്കുന്ന സമുദായം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഗൽഭരായ സഹാബിമാർ, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്സത്ത് ഈ സമുദായത്തിന് എന്തുകൊണ്ട് കൈമോശം വന്നുപോയി? എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? നമ്മൾ മനസ്സിലാക്കണം, നഷ്ടപ്പെടുത്തിയത് നമ്മളാണ്. ഈ ഗ്രന്ഥത്തെ നമ്മൾ കൈയൊഴിച്ചു. ഈ ഗ്രന്ഥം കൊണ്ട് അവരൊക്കെ ഉയർന്നത്. അവരൊക്കെ വളരെ ലഫീ വലാലിൻ മുബീൻ എന്നായിരുന്നു അല്ലാഹു അവരെ വിശേഷിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയില്ലേ, വിശുദ്ധ ഖുർആനിൽ ആ സമുദായം, പരിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ട അറേബ്യൻ സമുദായം ആരായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ വലാലിൻ മുബീൻ. അത്രക്ക് വലിയ അധപ്പതനത്തിലായിരുന്ന ഒരു സമുദായം. പിന്നെ അവരാരായി തീർന്നു? ഈ ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളുമായി. നിങ്ങൾ മറ്റുള്ളവർക്ക് മോഡലാണെന്ന് അല്ലാഹു അവരെ പുകഴ്ത്തി. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുന്ന, ചീത്ത വിരോധിക്കുന്ന, ഈ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഹൈറായ ഉമ്മത്താണ് നിങ്ങളെന്ന് ആ സഹാബത്തിനെ കുറിച്ച് അല്ലാഹു തആല വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്തേ മാറ്റത്തിന് കാരണം? എന്തുകൊണ്ടാണ് അവർക്ക് ഇസ്സത്ത് കിട്ടിയത്? അവർ ഈ ഖുർആനിനെ വാരിപ്പുണർന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ഗ്രന്ഥം കേട്ടിട്ട് അത് വെറുതെ മൂലയിൽ വെച്ചില്ല. കേട്ടത് അവർ മനഃപ്പാഠമാക്കി. അതിന്റെ അർത്ഥം അവർ ചിന്തിച്ചു, ഗ്രഹിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്ന സദസ്സുകളിൽ അവർ മുടങ്ങാതെ പോയി. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, സഹാബിമാർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ക്ലാസ്സിനും റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇങ്ങനെ വരാൻ മാത്രം അവരൊക്കെ ഒഴിഞ്ഞ് വലിയ പണക്കാരായിരുന്നു. അവർക്കൊക്കെ ഒഴിവുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ കുടുംബം പോറ്റാൻ വേണ്ടി റിസ്ക് തേടിയിട്ട് പ്രവാസ ലോകത്തേക്ക് വന്നതല്ലേ, അങ്ങനെ എപ്പോഴൊന്നും വരാനും പഠിക്കാനും ഞങ്ങൾക്ക് കഴിയൂല. എന്നാ തെറ്റിപ്പോയി സഹോദര, എന്നാ തെറ്റിപ്പോയി. അവരൊക്കെ കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, നിത്യജീവിതത്തിന് വഴിയില്ലാതെ പാടത്തേക്ക് പണിയെടുക്കാൻ ഇറങ്ങിയിരുന്ന സഹാബിമാരുണ്ട്. എന്നിട്ടും അവർ ഒരു ക്ലാസുകൾക്കും മുടങ്ങിയില്ല. പലപ്പോഴും വലിയ തിരക്കാണെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്കൊക്കെ ചിലപ്പോൾ ചില കച്ചവടത്തിന്റെ തിരക്കുണ്ടാവുമ്പോ ഞാൻ എന്റെ അയൽവാസിയുമായിട്ട് ഒരു കരാർ എഴുതിയിരുന്നു. എന്താ അയൽവാസിയുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എടുത്തിരുന്ന കരാറ്? എനിക്കൊഴിവുള്ളപ്പോ ഞാൻ പോകും, എനിക്ക് തീരെ പറ്റൂലെന്ന് കണ്ടാല് നമ്മൾ രണ്ടാളും ഒഴിവുള്ളപ്പോൾ പോകണം. ഇനി വല്ല സന്ദർഭത്തിലും എനിക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, പോയിട്ട് അയൽക്കാരനോട് പറയണം. എന്നിട്ട് ഞാനില്ലാത്ത ദിവസം എന്താ ഹബീബ് പഠിപ്പിച്ചതെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം. നിങ്ങൾക്ക് വല്ല സംഗതിവശാലും എത്താൻ കഴിഞ്ഞില്ലയോ, ഞാൻ പോകും, ഞാൻ അവിടെ ഉണ്ടാകും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഈ ദീനിന്റെ കാര്യത്തിൽ എത്തണമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങൾ അങ്ങനെ ഇൽമു സ്വീകരിക്കുന്ന കാര്യത്തിൽ പരസ്പരം ഊഴം സ്വീകരിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നുവെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് വല്ല താല്പര്യമുണ്ടോ? അതാണ് ഈ സമുദായത്തിന്റെ ഇസ്സത്ത്. ആ കാലഘട്ടത്തിൽ ഉയർന്നു. ഇന്ന് ഈ സമുദായം അരക്കാശിനില്ലാതെയായി. മുസ്ലിം എന്ന് കേട്ടാൽ പലർക്കും പുച്ഛമായി. അവന്റെ വീട് കൊള്ളയടിച്ചാലും അവനെ എന്ത് ചെയ്താലും ആർക്കും ഭയമില്ലാതെയായി. ആരാണ് ഈ ഇസ്സത്ത് കളഞ്ഞുകൊളിച്ചത്? നമ്മളായിട്ട് കളഞ്ഞുകൊളിച്ചതാണ്. ഇത് തിരിച്ചുപിടിക്കണം. ഈ ഇസ്സത്ത് തിരിച്ചുപിടിക്കണം. എങ്ങനെ? ഖുർആനിന്റെ വിളി ശ്രദ്ധിക്കണം. ഖുർആനിന്റെ വിളി ശ്രദ്ധിച്ചിട്ട് അതിനെ പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാകണം. എങ്കിലേ മനുഷ്യനാകൂന്ന അള്ള പറയുന്നു. അതെന്റെ വാക്കല്ല. മനുഷ്യനാകണമെങ്കിൽ തന്നെ ഖുർആൻ പഠിക്കണം എന്നാണ്. അത് എവിടുന്നാണ് ഇത് കിട്ടിയത് മൗലവിന്ന് ചോദിച്ചാ ശ്രദ്ധിച്ചോളൂ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ
അല്ലമഹുൽ ബയാൻ. അതിനെങ്ങനെയാണ് മനസ്സിലാവുക? എന്താ അള്ളാഹ് പറയുന്നത്? ആ സൂറത്തുർ റഹ്മാനിൽ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ കാണുന്നത് എന്താണെന്നറിയോ? പരമകാരുണികനായ റഹ്മാനായ അള്ളാഹു മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്ത് പറയാണ് ആ സൂറത്തിൽ. എന്നിട്ട് അർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു, അവൻ ചെയ്ത ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? നമുക്കൊക്കെ ഒരുപാട് പണം തന്നു എന്നല്ല, ഈ മനുഷ്യനവിടെ പടച്ചു എന്നുള്ളതും അല്ല. അള്ളാഹ് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്ത് എന്താണ് ഈ ലോകത്തോട്? അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെയാണ് പറയുന്നത് ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവന് കാര്യങ്ങളുടെ വിവരണം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ 4 ആയത്തുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ മുമ്പെന്ന് അള്ളാഹ് പറയണ എന്താണ്? ഖുർആൻ പഠിപ്പിച്ചു. ഇവിടെ ആദ്യം മനുഷ്യനെയല്ലേ അള്ളാഹ് സൃഷ്ടിച്ചത്? മനുഷ്യനെയല്ലേ ഇവിടെ സൃഷ്ടിച്ചത്? പിന്നെ എന്തേ ഇത് പറയാൻ കാരണം? മുഫസ്സിരീങ്ങൾ പറയാണ് ഫീഹി ഇശാറ, അതിലൊരു സൂചന ഉണ്ട്. അന്നൽ ഇൻസാന ലാ യകൂനു ഇൻസാനൻ ഹഖീഖിയൻ ഇല്ലാ ഇദാ തഅല്ലമൽ ഖുർആൻ. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി തീരുന്നത് എപ്പോഴാണ്? അവൻ ഖുർആൻ പഠിക്കുമ്പോൾ മാത്രമാണ്. ഖുർആൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല 2 കൈയുണ്ട്, 2 കണ്ണുണ്ട്, ഞാനിങ്ങനെ ഇരിക്കാലിയാണ്, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾക്ക് എന്നെ കണ്ടൂടെ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ ഭാഷയിൽ, ഖുർആനിന്റെ ഭാഷയിൽ മനുഷ്യനാകണോ ഖുർആൻ പഠിക്കണം, മനുഷ്യനാകണോ ഖുർആൻ പഠിക്കണം. അതാണ് മനുഷ്യനെ പറ്റി പറയുന്നതിന് മുമ്പേ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുത്ത റഹ്മത്താണ് അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമായി കൊണ്ട് അത് വിശദീകരിക്കപ്പെട്ടത്. ഇമാം ഖബരി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയും, അർ-റഹ്മാൻ അയ്യുഹന്നാസ്, ജനങ്ങളെ, ബിറഹ്മത്തിഹി ഇയ്യാകും അല്ലമകുമുൽ ഖുർആൻ, അവന്റെ കാരുണ്യം കൊണ്ട് അവൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഫഅൻഅമ ബിദാലിക അലൈക്കും ഇദ് ബസ്സറകും ഫീഹി മാ ഫീഹി ഇദ് ബസ്സറകും ബിഹി മാ ഫീഹി റിളാ റബ്ബിക്കും വഅറഫകും മാ ഫീഹി സുഖ്തുഹു ലിതുതീഉഹു ബിത്തിബാഇകും മാ യുർദീഹി അൻകും വഅമലികും ബിമാ അമറകും ബിഹി വബിതജന്നുബികും മാ യുസ്ഖിതുഹു അലൈക്കും ഫതസ്തൗജിബു ബിദാലിക ജസീല സവാബിഹി വതൻജൂ ബിൻ അലീമി ഇഖാബിഹി. മഹാനവറുകൾ പറയാൻ എന്താ ഇതിന്റെ ചുരുക്കം എന്നറിയോ? ഞാനൊരു ആശയം പറഞ്ഞുതരാം. ജനങ്ങളെ, അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഖുർആൻ പഠിപ്പിച്ചു തന്നത്. നിങ്ങളുടെ റബ്ബിന്റെ തൃപ്തി കിട്ടേണ്ടതൊക്കെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളുടെ റബ്ബ് കോപിക്കുക ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എന്ന് ഈ ഖുർആനിലൂടെ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. എന്തിന്? ആ റബ്ബിന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ പിൻപറ്റി ജീവിക്കാൻ, ആ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചതെന്തോ അത് നിങ്ങൾ പ്രവർത്തിക്കാൻ, ആ റബ്ബിന് വെറുപ്പുള്ളതെന്തോ അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കാൻ. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ജസീല സവാബിഹി, അല്ലാഹുവിന്റെ വലിയ പ്രതിഫലത്തിന് നിങ്ങൾ പാത്രീഭൂതരാകും. വതൻജൂ മിൻ ഇഖാബി അലീമിഹി വതൻജൂ മിൻ അലീമി ഇഖാബിഹി, അവന്റെ വേദനയേറിയ ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആനാണ് നമ്മോട് പറയുന്നത്. ഈ ഒരു ഹൈറായ രൂപത്തിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇതിനുള്ള മാർഗം അത്ര പ്രയാസമൊന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കും ഖുർആൻ പഠിക്കാൻ വല്ലാത്ത പ്രയാസം, ഖുർആൻ എനിക്കൊന്നും മനസ്സിലാവൂല, എനിക്കൊന്നും ഖുർആൻ വഴങ്ങൂല എന്നൊരാളും ദയവായി ചിന്തിക്കരുത്. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിക്കണം. എന്ത്? എനിക്ക് ഏറ്റവും രക്ഷപ്പെടുവാനുള്ള ഏക പിടിവള്ളി അല്ലാഹു കയറെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആ കയറിലാണ് ഞാൻ മുറുക്കെ പിടിക്കേണ്ടത് എന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചാൽ പിന്നെ ആ കയറ് നമ്മൾ വിടുവോ? എന്റെ രക്ഷാ പിടിവള്ളി ഈ കയറാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിക്കാൻ ഞാൻ കാര്യമൊന്നുമില്ല, അത് വിശ്വസിക്കലാണ് ആദ്യം വേണ്ടത്. ഏക രക്ഷാമാർഗം ഹബലുല്ലാഹിൽ മതീൻ, ഈ ഉറപ്പുള്ള അള്ളാന്റെ ഉറപ്പുള്ള ഈ പാശം മുറുകെ പിടിക്കലാണ്. വഅതസിമൂ ബിഹബലില്ലാഹി ജമീഅ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ ഒന്നായി മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എന്നിട്ടോ ഇത് വിശദീകരിക്കുന്ന നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാന്റെ ആ കയറിന്റെ അടുത്തേക്ക് നമ്മൾ കുതിച്ചു ചെല്ലണം. എങ്ങനെ? നല്ല ദാഹിച്ച് വലയുന്ന ഒരു മനുഷ്യന് തണുത്ത വെള്ളമുള്ളിടത്തേക്ക് എരച്ച് പായും പോലെ. എന്താണ് ആ പ്രയോഗം? കഠിനമായ ദാഹം കൊണ്ടിങ്ങനെ തൊണ്ട വരളുന്ന ഒരു മനുഷ്യൻ നല്ല തണുത്ത വെള്ളമുണ്ട് എന്നറിയുന്ന സ്ഥലത്തേക്ക് കുതിച്ചു പായും പോലെ അള്ളാന്റെ കിതാബിലേക്ക് നിങ്ങൾ ദാഹിച്ച് ചെല്ലുന്ന മനുഷ്യരായിക്കൊണ്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലണം.
അപ്പോഴേ നമുക്ക് രക്ഷ കിട്ടൂന്നാ പറയുന്നത്. അതിനെന്ത് വേണം? നമ്മൾ ഖുർആൻ കൊണ്ട് നമ്മുടെ സമയത്തെ വ്യാപൃതനാക്കണം. ആ ഖുർആൻ പഠിക്കാനുള്ള നല്ല അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ വളരെ സാവകാശം പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സ് നന്നായി അതിൽ കേന്ദ്രീകരിക്കണം. അതിലെ ആയത്തുകളോട് നമ്മളിങ്ങനെ സംവദിക്കണം. അതിൽ നമ്മൾ വായിക്കുന്ന ആയത്തുകളോട് നമ്മളിങ്ങനെ ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ ഖുർആനിനോട് സംസാരിക്കുന്നു, ഞാനത് ഉൾക്കൊള്ളുന്നു എന്ന നിലക്ക് അതിന്റെ അർത്ഥം ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കൽ നമ്മുടെ ലക്ഷ്യമാകണം. നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന ആയത്തുകൾ വരുമ്പോൾ എത്ര തവണ എന്നൊന്നും നോക്കേണ്ടതില്ല. നിന്റെ മനസ്സിനെ അത് സ്വാധീനിക്കുന്ന അവസരം വരെ നീ ആയത്തിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിലെ ആയത്തുകൾ നീ പഠിച്ചിട്ട് അതിലെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നന്നാകൂന്നാ ഇസ്ലാം പറയുന്നു. അപ്പോഴേ നന്നാകും. ആ ഒരു നന്നാകുന്ന വേദിയാണ് ഈ സംഘടിപ്പിച്ചത്. അള്ളാന്റെ പള്ളിയിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നു. ഈ ഒരു സദസ്സിന് തന്നെ അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് വിശദീകരിക്കുന്ന ഈ ഒരു സദസ്സിന്റെ പവറത്രയാണ്. അതിന്റെ പവറത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനഹ് വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു. സഹീഹായ ഹദീസാണ്. ഏതെങ്കിലും ഒരു സമൂഹം ആളുകൾ അള്ളാന്റെ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ അവർ പാരായണം ചെയ്യുന്നു. എന്നിട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് അവർ പഠിക്കുന്നു എങ്കിൽ ആ സദസ്സിൽ സക്കീനത്ത്, റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ശാന്തി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സക്കീനത്ത് എന്ന് പറയുന്ന പ്രത്യേകമായൊരു മനസ്സമാധാനം അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അള്ളാഹ് അങ്ങനെ ഇറക്കിക്കൊടുക്കുന്നു. വഗശിയതുഹുമുർ റഹ്മ, അള്ളാന്റെ പ്രത്യേകമായ കാരുണ്യം അവരെ ഇങ്ങനെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, റബ്ബിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ ഇങ്ങനെ വലയം ചെയ്യും. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം, മലക്കുകൾ അവരെ ഇങ്ങനെ വലയം ചെയ്യും. വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അള്ളാഹ് അവന്റെ അടുക്കലുള്ള ഉന്നതമായ സഭയിൽ വെച്ച് ഇതാ എന്റെ അടിമകൾ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് അവരെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹനീയമായ സദസ്സുകൾ ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൽ വരാനും ആളുകളെ കൊണ്ടുവരാനും ആ റഹ്മത്തിന് വിധേയരാകാനും അള്ളാഹുവിനോട് ഈ സദസ്സിലിരിക്കുമ്പോൾ പാപമോചനത്തിന് വേണ്ടി തേടാനും കേൾക്കുന്നത് ഉപകരിക്കാനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആവേശം കിട്ടാനും മനസ്സ് നന്നാകാനും ഒക്കെ ദുആ ചെയ്യണം. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള ഒരു മജ്‌ലിസാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയട്ടെ. അവന്റെ മലക്കുകളുടെ റഹ്മത്തിലൂടെ അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമുക്ക് വലിയ ഇസ്സത്ത് അള്ളാഹു തആല തിരിച്ചു നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ സമുദായം ഉയരാൻ, ഈ സമുദായം വളരാൻ, ഈ സമുദായം തളരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമാ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ കിതാബ് കൊണ്ട് കുറെ ജനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അള്ളാഹ് ഈ കിതാബ് കൊണ്ട് ഒരുപാട് ആളുകളെ ഉയർത്തിയിട്ടുണ്ട്. വയദഉ ബിഹി ആഖരീന, കുറെ ആൾക്കാർ ഇത് മുഖേന അധപ്പതിച്ചിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഉയർന്നിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ മോശമായിട്ടുണ്ട്. നമ്മൾ ഏത് ലീസ്റ്റിലാ പെടുകയെന്ന് എന്റെ ശ്രോതാക്കളൊക്കെ ഒന്ന് വിലയിരുത്തുക. നമ്മൾ ഈ ഖുർആൻ കൊണ്ട് ഉയർന്നോ അതോ വളർന്നോ അതോ നമ്മൾ തകർന്നോ തളർന്നോ? ആലോചിച്ചു നോക്കാം. തളരാൻ പാടില്ല, തകരാൻ പാടില്ല. നമുക്ക് വളരണം, നമുക്ക് ഉയരണം. അതിനെന്ത് വേണം? കേവലം വ്യാമോഹം കൊണ്ട് കാര്യമായില്ല. ഈ ഗ്രന്ഥം ശരിക്കും അതിൽ ആശയങ്ങൾ നമ്മൾ പഠിക്കുവാനും ഏറ്റവും കൂടുതൽ ആ രംഗത്തേക്ക് കാൽവെപ്പുകൾ നടത്തുവാനും നമ്മൾ തയ്യാറാകണം. സഹോദരന്മാരെ, നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മളൊക്കെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ്, നമ്മളൊക്കെ പ്രവാസികളല്ലേ. ഇവിടെ പഠിക്കാൻ വന്നാലല്ലോ. പഠിക്കാനാണെങ്കിൽ അവിടെ നാട്ടിൽ പള്ളി ദർസും അറബി കോളേജൊക്കെ ഒരുപാടില്ലേ. ഇവിടെ നമ്മൾ പഠിക്കാനല്ലല്ലോ വന്നത്. ഇവിടെ കിട്ടുന്ന സമയം നമ്മൾ ഓവർ ടൈം ചെയ്ത് ഫുഡ് ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അതിനുവേണ്ടി സമ്പാദിക്കുക, വീടിന് വേണ്ടി പണിയെടുക്കുക, കുടുംബത്തെ പോറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വന്നാൽ തളർച്ചയാണ്, ഉറങ്ങണം. പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, വസ്ത്രം അലക്കണം, കുളിക്കണം, പിന്നെ അത്യാവശ്യം ലോകവിവരമൊക്കെ കാണണം, ടി വി കാണണം, പത്രം വായിക്കണം. ഇതിന്റെയൊക്കെ ഇടയിൽ എവിടെയാ ഉസ്താദേ മൗലവി ഇതൊക്കെ പഠിക്കാൻ നേരം? പ്രവാസികളുടെ ചോദ്യമാണ്. എന്നാൽ സഹോദരാ, റിസ്ക് തേടിക്കൊണ്ട് മാത്രം വന്നവനാണോ നീ? നമ്മൾ അങ്ങനെയാണോ?
ഈ ദുബായിലെ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പ്രവാസികളായി ജീവിക്കുന്നവർ മാത്രമാണ്? ദുന്യാവിൽ പോലും നമ്മൾ പ്രവാസികളല്ലേ? ദുബായിൽ മാത്രമാണോ നമ്മൾ പ്രവാസികൾ? അള്ളാന്റെ ഭൂമിയിൽ തന്നെയും നമ്മൾ പ്രവാസികളാണ്, ഇവിടെ വിട്ട് പോകേണ്ടവരാണെന്ന ഓർമ്മയുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഇദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ വഇദാ അസ്ബഹത ഫലാ തന്തദിരി മസാ. ഓ മനുഷ്യ, ഈ ഭൂമിയിൽ ഒരു വിദേശിയെ പോലെ കഴിഞ്ഞോളണം. ഒരു പ്രവാസിയാണ് ഈ ഭൂമിയിൽ തന്നെ, ദുബായിലല്ല, UAE മാത്രമല്ല, ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഒരു പ്രവാസിയാണെന്നുള്ള ഓർമ്മ വിടരുത്. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ ഒരു വിസിറ്റ് നടത്തുന്ന ഒരു ആബിറു സബീൽ, ഒരു ട്രാൻസിറ്റ്, ഒരു എയർപോർട്ടിലൂടെ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരു ട്രാൻസിറ്റ് ഇങ്ങനെ കടന്നു പോകൽ, അങ്ങനെ ഒരു കടന്നു പോകുന്ന ഒരാൾ മാത്രം ശാശ്വതല്ല ഇവിടെ. നീ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ പ്രദോഷത്തിൽ വൈകുന്നേരം വരെ നീ ഉണ്ടാകുന്നു ഉറപ്പിക്കരുത്. നീ രാത്രിയായി കഴിഞ്ഞാൽ നേരം പുലരുവോളം നീ ഉണ്ടാകുന്നു ഉറപ്പിക്കരുത്. അത്ര പെട്ടെന്നാണ് നിന്റെ ജീവിതം കൊഴിഞ്ഞു പോവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതിന് സമയം കണ്ടെത്തേണ്ടത് നമ്മളാണ്. പ്രവാസികൾക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്താണ് പ്രിയമുള്ളവരെ? എന്താണ് പ്രവാസ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ശീലം, ഒരു പ്രയാസം എന്താണ്? ഏറ്റവും വലിയ പ്രയാസം ഇവിടെയുള്ള മനോരോഗ ഡോക്ടർമാരൊക്കെ പറയുന്നത്, ഏറ്റവും കൂടുതൽ മനോരോഗത്തിന്റെ പ്രശ്നങ്ങളുമായി ഡോക്ടർമാരെ സമീപിക്കുന്നത് പ്രവാസികളാണ്. മാനസികമായി സുഖമില്ല, സമാധാനമില്ല, സംഘർഷമാണ്. സാമ്പത്തികമായി പരാധീനത, ശാരീരികമായി രോഗങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ജോലിത്തിരക്കുകൾ, ടെൻഷനുകൾ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ. ഇതിന്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പ്രവാസി വീർപ്പുമുട്ടാണ്. അങ്ങനെ വീർപ്പുമുട്ടുമ്പോ അവനോട് ശൈത്താൻ പറയും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നിനക്ക് ടെൻഷൻ ഒന്ന് മാറണ്ടേ, കുറച്ചു നേരത്തേക്കൊന്ന് ആനന്ദിക്കണ്ടേ, ഒരു പെഗ്ഗടിക്കൂ, അല്പമൊന്ന് രുചിച്ചു നോക്കൂ. അങ്ങനെ അതാ അവൻ മദ്യത്തിന്റെ അടിമയായി. ഒന്നാമത്തെ തുള്ളി ആദ്യത്തെ കോപ്പയിലൂടെ വേണ്ട 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 എന്ന് കൂട്ടുകാരോട് ആർത്തു പറഞ്ഞവനാണവൻ. പക്ഷേ ദുർബല നിമിഷത്തിന് അടിമപ്പെട്ടുകൊണ്ട്, എടാ നിന്റെ ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മറന്ന് നിനക്കൊന്ന് ഉറങ്ങണ്ടേ, ഇത് കേട്ടതാണവൻ. കേട്ടത് ഓർമ്മണ്ടേ? അവൻ ആദ്യത്തെ ഒരു ഗ്ലാസ് കുടിച്ചതാണ്. പിന്നെ അവൻ അതിന്റെ അടിമയായി. പിന്നീട് അവനതിന് ഒഴിവാക്കാൻ കഴിയാതെയായി. കുറെ കഴിഞ്ഞപ്പോ ശൈത്താൻ അവനോട് പറഞ്ഞു, അല്ലയോ പ്രവാസി, കുടുംബത്തെ വിട്ട് പിരിഞ്ഞിട്ട് കാലം എത്രയായി? സുന്ദരികളായ ആളുകളെ എവിടെയും കിട്ടും, നീ ഒന്ന് അല്പമൊന്ന് ശ്രമിച്ചാൽ മതി, അതൊന്നും അത്ര വലിയ തെറ്റല്ലടാ. വേണമെങ്കിൽ അവസാനം നമുക്കൊരു ഹജ്ജും ചെയ്ത് ശുദ്ധിയായി പോകാം, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞവനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി. ഹറാമുകളായ ബ്ലൂ സീഡികൾ അവനെ കാണിച്ചു, നീലരംഗങ്ങൾ അവനെ കൊണ്ട് കാണിച്ചു. അവന്റെ ഉറക്കം വരാത്ത രാത്രികൾ കൂടുതൽ ഉറക്കം വരാത്ത രാത്രികളാക്കി അവനെ മനോരോഗിയാക്കി. ഇതിലൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടെന്ന് ശൈത്താൻ പഠിപ്പിച്ചപ്പോ മനുഷ്യരായ നമ്മളൊക്കെ അറിയാതെ പോയ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇതിലൊന്നും ശാന്തി കിട്ടില്ല. ഇതുകൊണ്ടൊക്കെ മനുഷ്യൻ കൂടുതൽ മനോരോഗത്തിൽ നിന്ന് മനോരോഗിയായി അകപ്പതിക്കുക എന്നതല്ലാതെ, നൈമിഷിക സുഖങ്ങൾ ഒരു വേള കിട്ടിയെന്ന് വരാമെന്നതല്ലാതെ, താൽക്കാലികമായ സുഖങ്ങൾ കിട്ടിയെന്ന് വരാമെന്നതല്ലാതെ ശാശ്വതമായ സുഖം ഇതൊന്നും പ്രദാനം ചെയ്യാനാവില്ല. അത് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിച്ചു പറയുന്നുണ്ട്. അലാ, ഖുർആൻ വിളിക്കുകയാണ് മനുഷ്യരെ, അലാ, അറിയണേ ജനങ്ങളെ, ലഹരിയിലല്ല, വഴിവിട്ട ലൈംഗിക ജീവിതത്തിലല്ല, മറ്റേതെങ്കിലും തോന്നിവാസങ്ങൾ കണ്ട് രസിക്കുന്നതിലൂടെയല്ല, കൊള്ളയിലൂടെയല്ല, കൊലപാതകത്തിലൂടെയല്ല, തീവ്രവാദ ഭീകരവാദങ്ങളിലൂടെയല്ല, കലാപങ്ങളിലൂടെയല്ല, ശാശ്വതമായ സമാധാനം കിട്ടാൻ ഒരു മാർഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. അലാ, അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടണോ? അല്ലാഹനെ ഓർക്കൂ, നിങ്ങൾ ഖുർആൻ പഠിക്കൂ. ദിക്റുല്ലാഹ് അതിന്റെ ഒന്നാമത്തെ പട്ടികയിൽ എഴുതി ചേർക്കപ്പെടുന്നത്, ഒന്നാമത്തെ പട്ടികയിൽ ഏർക്കപ്പെടുന്നത് ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമാണ് ദിക്റുള്ളയുടെ ഒന്നാമത്തെ വരിയിൽ എഴുതി ചേർക്കപ്പെടുക. ആ ഗ്രന്ഥം, അതിലൂടെയാണ് സമാധാനം കിട്ടുക, അതിലൂടെയാണ് ശാശ്വതമായ സമാധാനം കിട്ടുക. പ്രിയമുള്ളവരെ, എന്തേ കാരണം? പരീക്ഷണങ്ങൾ മനുഷ്യന്റെ കൂടപ്പുറപ്പാണ്. നമ്മൾ ആരും ദുഃഖിക്കരുത്. പ്രവാസികളെ, നമ്മുടെ ജീവിതത്തിനിടക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനൊന്നും നിങ്ങൾ അരുതാത്ത വഴികൾ തേടി പോകരുത്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് വേണമെന്ന് ഈ ഗ്രന്ഥം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ.
الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. കാതോർക്കൂ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഗ്രന്ഥം നമ്മോട് സംവദിക്കുകയാണ്. എന്നോടും നിങ്ങളോടും ആശ്വാസത്തിന്റെ വരികൾ അല്ലാഹു പറയുകയാണ്. ജനങ്ങളെ, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മെ നിർമ്മിച്ച, നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ അതൊന്നും ഒഴിവായി ജീവിക്കണമെന്ന് നമ്മൾ മോഹിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു പറയണത് നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവും, പേടിയുണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, മരണമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പലരുമുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യണം? സഹിക്കണം. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുക്ക് നമ്മളിൽ എന്തും ചെയ്യാൻ